യഥാർത്ഥ പ്രധാനങ്ങൾ കേട്ടാസ്വദിക്കുന്നതിനായി മല്ലു ഹൊറർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. വർഷം 1952. എൻ്റെ പേര് രവി. ഒരു ഇടുക്കിക്കാരനാണ് ഞാൻ. ഇടുക്കിയിൽ താമസിക്കുന്ന എല്ലാ ജനങ്ങളുടെയും പ്രധാന ശല്യം എന്ന് പറയുന്നത് വന്യമൃഗങ്ങളാണ്. ചെയ്തിരിക്കുന്ന കൃഷി വിളവെടുക്കാറാകുമ്പോഴാണ് ഇവറ്റകളുടെ ശല്യം പ്രധാനമായി ഉണ്ടാകുന്നത്. ഇവറ്റകളിൽ കൃഷിക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കുന്ന മൃഗമാണ് പന്നികൾ. ഇവിടെയും പന്നികളുടെ ആക്രമണം വളരെ രൂക്ഷമാണ്. അങ്ങനെ എൻ്റെ കൃഷിയിടത്തും പന്നികളുടെ ആക്രമണം വളരെ രൂക്ഷമായി തുടങ്ങി. വിളകളൊന്നും തന്നെ വിളവെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. ഇവറ്റകൾ കാരണം വളരെയധികം സാമ്പത്തിക നഷ്ടമാണ് എനിക്കുണ്ടായത്. ഇവറ്റകളെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഞാൻ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരാശയം തോന്നുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തായ രാഘവൻ ഞങ്ങളുടെ നാട്ടിലെ അറിയപ്പെടുന്നൊരു വേട്ടക്കാരനാണ്. അവൻ തോക്കുമായിട്ടിറങ്ങിയാൽ ഏത് പന്നിയും വീഴുമെന്നുള്ളത് ആ നാട്ടിലെ എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ അവനോട് ചെന്ന് കാര്യം പറഞ്ഞു. ഞാൻ കാര്യം പറഞ്ഞതും അവൻ നാളെ തന്നെ വരാമെന്ന് സമ്മതിച്ചു. പിറ്റേന്ന് തന്നെ ഞങ്ങൾ തോട്ടത്തിലേക്ക് പോവുകയും സാമാന്യം വലിപ്പം കുറഞ്ഞൊരു മരത്തിൻ്റെ മുകളിലായി താൽക്കാലികമായി സെറ്റപ്പ് ചെയ്ത ഒരു ഏറുമാടവും ഉണ്ടാക്കി അവിടെ ഞങ്ങൾ പന്നിയുടെ വരവിനായി കാത്തിരുന്നു. നാടൻ തോക്കുകളാണ് ഞങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 നാടൻ തോക്കുകളാണ് തിര നിറച്ച് ഭദ്രമാക്കി കൊണ്ടുപോയിരിക്കുന്നത്. അന്നേ ദിവസം സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറക്കമുളച്ച് ഞങ്ങൾ കാത്തിരുന്ന് 5 പന്നികളെ പിടിക്കുകയുണ്ടായി. പിറ്റേന്ന് പിടിച്ച ഒരുവിനെ ഞങ്ങളും നാട്ടുകാരുമെല്ലാം ചേർന്ന് പങ്കിട്ടെടുത്തു. മടങ്ങാൻ നേരം രാഘവൻ എന്നോട് ചോദിച്ചു, അടുത്ത ആഴ്ച ഉൾക്കാട്ടിൽ ഞാൻ വേട്ടയ്ക്ക് പോകുന്നുണ്ട്, നീയും എൻ്റെ കൂടെ വരാമോ? അവൻ്റെ വാക്ക് എനിക്ക് തട്ടാൻ സാധിച്ചില്ല. ഞാനും വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ പിറ്റേ ആഴ്ച ഞങ്ങൾ വേട്ടയ്ക്കായി കാട് കയറി. കാട് കയറിയതൊരു വെള്ളിയാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ചോദിച്ചു, എന്താടാ നമ്മൾ ഈ വെള്ളിയാഴ്ച തന്നെ വേട്ടയ്ക്ക് ഇറങ്ങാനുള്ള കാരണം? ഇന്ന് വെളുത്തവാവാണ്, അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതിനാൽ അവയെ വെടിവെച്ചിരുന്നതും വളരെ എളുപ്പമാണ്. ഞങ്ങളിന്ന് വേട്ടയാടാൻ വന്നിരിക്കുന്ന മൃഗം എന്ന് പറയുന്നത് കാട്ടുപോത്താണ്. അതുകൊണ്ട് തന്നെ അത് കടന്നു പോകുന്ന സ്ഥിരം ചാലിൻ്റെ വശത്തുള്ള ഒരു ഉയരം കുറഞ്ഞ മരത്തിൻ്റെ മുകളിൽ ഞങ്ങൾ താൽക്കാലികമായി ഒരു ഏറുമാടം തരപ്പെടുത്തി. എന്നിട്ട് ഒരു 5 മണിയോടുകൂടി ഞങ്ങൾ അതിന് മുകളിൽ കയറി ഇരിപ്പായി. ആ ചാലിൻ്റെ ഓരത്ത് തന്നെയായി അവറ്റകൾ കഴിക്കുന്ന കുറച്ച് ഭക്ഷണ സാധനങ്ങളും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നീടൊരു നീണ്ട കാത്തിരിപ്പായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ ഒരു 1 മണിയോടടുത്തപ്പോൾ ചാലുവഴി 3 കാട്ടുപോത്തുകൾ മുന്നോട്ട് നടന്നു വന്നു. സാമാന്യം നല്ല വലിപ്പമുള്ള കാട്ടുപോത്തുകളാണ് വരുന്നത്. അതിൽ ഏറ്റവും വലിപ്പമുള്ളതിനെ തന്നെ നോക്കി അവരുന്നം പിടിച്ചു. കൃത്യം വെടികൊണ്ടത് അതിൻ്റെ തലയ്ക്കായിരുന്നു. തൽക്ഷണം കാട്ടുപോത്ത് ചാലിൻ്റെ ഓരത്തേക്കായി ചിരിഞ്ഞു. കൂടെ ഉണ്ടായിരുന്നവ ചെതറി ഓടി. കാട്ടുപോത്ത് വീണ കണ്ടതും ഏറുമാടത്തിൽ നിന്നും ഇറങ്ങാൻ ശ്രമിച്ച എന്നെ രാഘവൻ തടുത്തു. ഇന്നിനി രാത്രി അതിൻ്റെ അടുത്തേക്ക് പോകണ്ട, നേരം പുലർന്ന ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അങ്ങനെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. പതിയെ പതിയെ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കുറച്ചു നേരം കഴിഞ്ഞ് എന്തോ ഒരു ശബ്ദം കേട്ടാണ് ഞാൻ ഉണരുന്നത്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ രാഘവൻ നല്ല ഉറക്കം. നിലാവിൻ്റെ വെളിച്ചമുള്ളതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള കാര്യങ്ങൾ വ്യക്തമായി കാണാമായിരുന്നു. ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ പതിയെ കാതോർത്തു. ശബ്ദം വരുന്നത് പുറത്ത് ഞങ്ങൾ ഉരുവിനെ വെടിവെച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ്. പുറത്തോട്ട് നോക്കാതെ തന്നെ ഞാൻ ആ ശബ്ദം എന്താണെന്ന് കാതോർത്തു. മനുഷ്യർ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന് സാമ്യമായ ശബ്ദമാണ് ഞാൻ ഈ കേൾക്കുന്നത്. ഏറുമാടത്തിൻ്റെ പുറത്തേക്ക് തലയിട്ട് ഞാൻ ഉരുവെടുക്കുന്ന ദിശയിലേക്ക് നോക്കി. ആ കാഴ്ച കണ്ടതും ഞാൻ തരിച്ചു നിന്നുപോയി. അതാ ഒരു കറുത്ത മനുഷ്യരൂപം വെച്ച് കാട്ടുപോത്തിൻ്റെ വയറ് കീറി ഭക്ഷിക്കുന്നു. വയറ് കീറി കുടൽമാലയെല്ലാം എടുത്ത് ആ സത്വം അത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് പേടിച്ചൊച്ചിടാൻ തുടങ്ങിയ എന്നെ പുറകിൽ നിന്നൊരു കൈ വന്നെൻ്റെ വാ കുത്തി.
അത് രാഘവനായിരുന്നു. അവൻ പറഞ്ഞു, മിണ്ടിപ്പോകരുത്. കുറച്ചു നേരം ഞങ്ങൾ മൗനം പാലിച്ചു. പിന്നീട് ഞങ്ങൾ നോക്കുമ്പോൾ ആ കറുത്ത മനുഷ്യരൂപം അവിടെയില്ല. രാഘവ, എന്താണ് നമ്മൾ ആ കണ്ട രൂപം? രാത്രി ഈ ഭാഗങ്ങളിൽ വേട്ടയാടാൻ വരുന്നവർ ഇങ്ങനൊരു രൂപത്തെ കണ്ടതായി മുന്നേ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ സത്വത്തെ നേരിട്ട് കാണുന്നത്. അവർ ഇതിനെ മറുത എന്നാണ് പറയുന്നത്. ഈ മറുത ഈ കാടിനുള്ളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കൊണ്ട് ഇങ്ങോട്ട് ആരും തന്നെ വേട്ടയാടാൻ വരാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മൃഗങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഏത് മൃഗത്തിനെയാണോ നമ്മൾ വേട്ടയാടാൻ ഉദ്ദേശിച്ച് വരുന്നത്, ആ മൃഗത്തിനെ തന്നെ നമ്മൾ കിട്ടുകയും ചെയ്യും. രാത്രി മുഴുവൻ ഈ മറുത ഈ കാടിനുള്ളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കൊണ്ടാണ് പുലർച്ചെ ആയതിനു ശേഷം മാത്രം ഏറുമാടത്തിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ മതി എന്ന് ഞാൻ എന്നോട് പറഞ്ഞത്. പലരെയും ഈ മറുത കാട്ടിനുള്ളിലൂടെ കണ്ണുകെട്ടി ദിക്കറിയാതെ ചുറ്റിച്ച് മരണത്തിലേക്ക് നയിച്ചതായി കേട്ടിട്ടുണ്ട്. ഇനി നേരം പുലരാതെ നമുക്ക് ഈ ഏറുമാടത്തിൽ നിന്ന് ഇറങ്ങാനോ ഈ കാടിൽ നിന്ന് പുറത്തു കിടക്കാനോ സാധിക്കില്ല. അഥവാ നമ്മളതിന് ശ്രമിച്ചാൽ ആ സത്വം നമ്മളുടെ കണ്ണുകെട്ടി കാട്ടിലൂടെ ദിക്കും വഴിയും അറിയിക്കാതെ ചുറ്റിച്ച് നമ്മളെ വലിയ കൊക്കയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കുഴിയിലോ വീഴ്ത്തി നമ്മളെ അത് കൊല്ലും. അവനിത് പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഏറുമാടം കെട്ടിയിരിക്കുന്ന മരത്തിൻ്റെ താഴെ വന്നിരുന്ന ആരോ തേങ്ങിക്കരയുന്നു. അതിൻ്റെ കരയ്ക്ക് കാട് മൊത്തം പ്രതിഫലിക്കാൻ തുടങ്ങി. ആ ശബ്ദം ഞങ്ങളുടെ രണ്ടുപേരുടെയും കാത് പൊട്ടുന്ന രീതിയിലായിരുന്നു. ഞങ്ങൾ രണ്ട് കൈ കൊണ്ടും കാത് പൊത്തിപ്പിടിച്ചു. കുറച്ചു നേരത്തിനുടനെ ആ ശബ്ദം നിന്നു. പിന്നീട് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു മരത്തിന് മുകളിലായി രണ്ട് ചുവന്ന കണ്ണുകൾ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു. സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആ ചുവന്ന കണ്ണുകൾ മറുകയാണെന്ന്. അത് രണ്ട് കൈകളും ഉയർത്തി ഞങ്ങളെ നേരെ ചീറ്റുന്നു. പിന്നീടത് ഒച്ചയിട്ടുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചുറ്റുമുള്ള മരങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുവാൻ തുടങ്ങി. അതിൻ്റെ ഒരു ചാട്ടത്തിൽ സാമാന്യ വലിപ്പമുള്ള മരങ്ങൾ പോലും കൊടുങ്കാറ്റ് വന്ന രീതിയിൽ ഉലയുവാൻ തുടങ്ങി. അതിൻ്റെ ചാട്ടവും അലർച്ചയും സൂര്യൻ്റെ ആദ്യരശ്മി ആ കാട്ടിൽ പതിക്കുന്നതുവരെ തുടർന്നു. അങ്ങനെ ആ രാത്രി ഞങ്ങൾ എങ്ങനെയോ അതിജീവിച്ചു. പിറ്റേ ദിവസം നേരം വെളുത്ത് ഞങ്ങൾ വെടിവെച്ചിട്ടിത കാട്ടുപോത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ വയറ് അവിടെ കീറിയിട്ടുണ്ടായിരുന്നില്ല. ഒരു തുള്ളി പോലും രക്തം വയറ്റിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കഴുത്തിനാണ് വെടിവെച്ചത്. ആ സ്ഥലത്തു നിന്നും അല്ലാതെ ശരീരത്തിൻ്റെ വേറൊരു ഭാഗം തന്നെ ഒരു രക്തമോ മുറിവോ കാണാൻ സാധിച്ചില്ല. ഞങ്ങളന്ന് വേട്ടയാടി പിടിച്ച ആ കാട്ടുപോത്തിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരവും ഉണ്ടായില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ഇറച്ചി വിൽക്കാനേ സാധിച്ചില്ല. കാരണം അതിൻ്റെ ഇറച്ചിക്ക് ഇറച്ചിയുടേതായ രുചിയോ മണമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളതിനെ കറി വയ്ക്കാൻ നോക്കിയിട്ടും നടന്നില്ല. കറി വയ്ക്കാൻ അടുപ്പത്ത് കയറ്റിക്കഴിഞ്ഞപ്പോൾ അടുക്കള മുഴുവൻ ഒരു ദുർഗന്ധമായിരുന്നു അതിൽ നിന്ന് പൊങ്ങിക്കൊണ്ടിരുന്നത്. പിന്നീട് ഞങ്ങൾ ആ കാട്ടുപോത്തിനെ കുഴികുത്തി മൂടുകയാണ് ഉണ്ടായത്. അന്നത്തെ ആ വേട്ട കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഗുണം തന്നെ ഉണ്ടായില്ല. രാഘവൻ പിന്നീടും ഒരുപാട് വേട്ടയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും ഞങ്ങളെന്ന കാട്ടുപോത്തിനെ വെടിവെച്ച സ്ഥലത്തേക്ക് പിന്നീട് ഒരിക്കലും തന്നെ അവൻ പോയിട്ടില്ല.